ഇന്ത്യയിൽ ഏകദേശം 58,000-ഓളം പേർ ഓരോ വർഷവും പാമ്പ് കടിയേറ്റ് മരിക്കുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് പാമ്പുകൾ എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയൊരു പേടി സ്വപ്നമാണ്. നമ്മുടെ ഇന്ത്യയിൽ 270-ൽ കൂടുതൽ ഇനം പാമ്പുകളുണ്ട്. ഇതിൽ തന്നെ വിഷമുള്ളവയും വിഷമില്ലാത്തവയുമുണ്ട്. എന്നാൽ ഇതിൽ വിഷമുള്ളവ ഏതാണ് വിഷമില്ലാത്തവ ഏതാണ് എന്ന് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ പലരും പലപ്പോഴും നമ്മുടെ എല്ലാം വീടിനടുത്തും പറമ്പിലുമെല്ലാം കാണുന്ന പാമ്പുകളെ തല്ലിക്കൊല്ലാറുണ്ട്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്ന 3 കുഞ്ഞൻ പാമ്പുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പേരിലും വലുപ്പത്തിലും സാമ്യതയുള്ള ഇവരിൽ 2 പേർ വിഷമുള്ളവരാണെങ്കിൽ ഒരാൾ ഒട്ടും വിഷമില്ലാത്തതാണ്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ പാമ്പ് എഴുത്താണി മൂർഖനാണ്. സ്ലണ്ടർ കോറൽ സ്നേക്ക് എന്ന് വിളിക്കുന്ന ഇവയുടെ ശാസ്ത്രീയ നാമം കാലിയോഫിസ് മെലാനറസ് എന്നാണ്. ഏഷ്യയുടെ തെക്കുഭാഗത്ത് കൂടുതലായും ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരിനം വിഷപ്പാമ്പാണിവ. തവിട്ടു നിറം കലർന്ന മെലിഞ്ഞു നീണ്ട ശരീരവും കൂർത്ത ചെറിയ വാലും കാരണമാണ് എഴുത്താണി എന്ന വിശേഷണം ഇവരുടെ പേരിന്റെ ഭാഗമായി തീർന്നത്. ഇവരുടെ വാലിന്റെ അടിഭാഗത്ത് ഓറഞ്ചും കറുപ്പും നീലയുമെല്ലാം കലർന്ന മനോഹരമായ പാറ്റേണുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ നിറം കാരണം ഇവരെ കോറൽ സ്നേക്ക് അഥവാ പവിഴപ്പാമ്പ് എന്നും വിളിക്കാറുണ്ട്. പേര് പോലെ തന്നെ ഇവർ മൂർഖൻ പാമ്പുകളുടെ അതേ കുടുംബത്തിൽ പെടുന്നവരാണെങ്കിലും ഇവർക്ക് മൂർഖന്മാരെ പോലെ പത്തി വിടർത്താൻ കഴിവില്ല. 30 മുതൽ 60 സെന്റിമീറ്റർ വരെ മാത്രം നീളം വയ്ക്കുന്ന മെലിഞ്ഞ ശരീരമുള്ള ഇവരുടെ വിഷം മനുഷ്യർക്ക് അപകടകാരിയായ ന്യൂറോടോക്സിൻസ് ആണെങ്കിലും ഇത്രയും ചെറിയ ശരീരത്തിൽ ഒരു മനുഷ്യനെ കൊല്ലാനുള്ള വിഷം ഇവർക്കുണ്ടാവാറില്ല. മാത്രവുമല്ല ഇവരുടെ കുഞ്ഞു വായ ഉപയോഗിച്ച് ശരിക്കൊന്ന് കടിക്കാൻ പോലും ഇവർക്ക് സാധിക്കാറില്ല. ഇനി അഥവാ ഇവരുടെ കടിയേറ്റാലും നമുക്ക് കടിയേറ്റ ഭാഗത്ത് ശക്തമായ കടച്ചിലുണ്ടാവുമെന്നല്ലാതെ ഇവരുടെ കടിയേറ്റ് ഇതുവരെ ആരും മരണപ്പെട്ടതായി റിപ്പോർട്ടുകളില്ല. പക്ഷേ കടിയേറ്റാൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടത് നിർബന്ധമായ കാര്യമാണ്. പ്രതിരോധശേഷി കുറഞ്ഞവർക്കും വൃദ്ധർക്കും കുട്ടികൾക്കുമെല്ലാം ഇവരുടെ വിഷവും അപകടമാണ്. ഇനി നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ പാമ്പാണ് എഴുത്താണി വളയൻ. എഴുത്താണി മൂർഖനെ പോലെ തന്നെ വിഷമുള്ള ഇനം പാമ്പുകൾ തന്നെയാണ് എഴുത്താണി വളയൻ. ഇന്ത്യയിൽ കൂടുതലായും പശ്ചിമഘട്ടത്തിൽ കണ്ടുവരുന്ന ഒരിനം പവിഴപ്പാമ്പാണിവ. കാലിയോഫിസ് ബിബ്രോണി എന്ന് ശാസ്ത്രീയ നാമമുള്ള ഇവയെ ബിബ്രോൺസ് കോറൽ സ്നേക്ക് എന്നാണ് അറിയപ്പെടുന്നത്. 50 മുതൽ 88 സെന്റിമീറ്റർ വരെ നീളം വയ്ക്കുന്ന ഇവയ്ക്ക് ചുവന്ന ശരീരത്തിൽ കറുത്ത വളയങ്ങൾ കാണാറുണ്ട്. ഈ വളയങ്ങൾ ഇവർക്ക് പ്രായമാവുന്നതിനനുസരിച്ച് ശരീരത്തിൽ പടർന്നുകൊണ്ടേയിരിക്കും. എഴുത്താണി മൂർഖനെ പോലെ തന്നെ മനുഷ്യർക്ക് അപകടകാരിയായ ന്യൂറോടോക്സിൻസ് ഇവരിലും അടങ്ങിയിട്ടുണ്ടെങ്കിലും മനുഷ്യനെ പോലെ ഒരു വലിയ ജീവിയെയൊന്നും കൊല്ലാൻ മാത്രം വിഷം ഇവർക്കും ഉണ്ടാകാറില്ല. മാത്രവുമല്ല ഇവരുടെ കുഞ്ഞു വായും പല്ലും കൊണ്ട് വലിയ തോതിൽ വിഷം കുത്തിവെക്കാനും ഇവർക്ക് സാധിക്കില്ല. എന്നാലും ഇവരുടെ കടിയേറ്റാൽ അത് അവഗണിക്കാതെ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടുക. ഇവർ സാധാരണ വളരെ ശാന്തരായതുകൊണ്ടും ഇവരുടെ എണ്ണം വളരെ കുറവായതുകൊണ്ടും ഇവർ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങാറില്ല എന്നുള്ളതുകൊണ്ടുമെല്ലാം ഇവർ കടിച്ച് ആരും തന്നെ മരണപ്പെട്ടതായി റിപ്പോർട്ടുകൾ കാണാറില്ല. എന്നുവെച്ച് ആരും ഇതുവരെ മരിച്ചിട്ടില്ല എന്നല്ല, മെഡിക്കൽ ഫെസിലിറ്റി ഒട്ടുമില്ലാത്ത ഉൾനാടുകളിൽ ഇവരുടെ കടിയേറ്റ് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. കൂടാതെ ഇവരുടെ കടിയേറ്റാൽ വ്യക്തമായ ആന്റിവെനം ഉണ്ടോ എന്ന കാര്യത്തിലും സംശയമാണ്. ഇനി നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തേതും വിഷമൊട്ടുമില്ലാത്തതുമായ പാമ്പാണ് എഴുത്താണി ചുരുട്ട. മറ്റു 2 പാമ്പുകളെയും പോലെ ഒരേ നീളവും മെലിഞ്ഞ ശരീരവുമാണെങ്കിലും ഒട്ടും വിഷമില്ലാത്ത എന്നാൽ പലപ്പോഴും എഴുത്താണി മൂർഖനാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് പലരും കൊന്നുകളയുന്ന ഒരിനം പാമ്പാണ് എഴുത്താണി ചുരുട്ട. ഡെമറൽസ് ബ്ലാക്ക് ഹെഡഡ് സ്നേക്ക് എന്ന് വിളിക്കുന്ന ഇവരുടെ ചാരനിറത്തിലുള്ള നീണ്ടു മെലിഞ്ഞ ശരീരവും കറുത്ത തലയും കഴുത്തിലെ മഞ്ഞ വലയങ്ങളും ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് കഴുത്തു മുതൽ വാല് വരെ നീണ്ടു നിൽക്കുന്ന കറുത്ത കുത്തുകളും നോക്കി ഇവരെ തിരിച്ചറിയാൻ സാധിക്കും. ഈ 3 പാമ്പുകളിൽ 2 പേർ വിഷമുള്ളവരാണെങ്കിലും ഇവർ ആക്രമിക്കാൻ ടെൻഡൻസി വളരെ കുറഞ്ഞ ശാന്തരായ പാമ്പുകളാണ്. പാമ്പുകൾ ഏതുമാവട്ടെ, വിഷമുള്ളവയായാലും വിഷമില്ലാത്തവയായാലും അവർക്കും നമ്മെ പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ തുല്യ അവകാശമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.